ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. പുറമേ കാണാൻ നല്ല ക്രിസ്പി ആണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 250 ഗ്രാമിൻ്റെ സേമിയമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നേരത്തെ സേമിയമായിരിക്കണം. നമുക്കിതുപോലെ കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കണം. നേരത്തെ സേമിയമാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഞാൻ 100 ഗ്രാമിൻ്റെ ബട്ടറാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. 100 ഗ്രാമിൻ്റെ ബട്ടറിന് 250 ഗ്രാം സേമിയമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബട്ടർ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബട്ടർ നല്ലവണ്ണം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. നല്ലവണ്ണം മെൽറ്റായി വന്നാൽ നമുക്ക് നമ്മുടെ 250 ഗ്രാം സേമിയം പൊടിച്ചു വെച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെ സേമിയം ബട്ടറിൽ നല്ലവണ്ണം ഒന്ന് റോസ്റ്റായി കിട്ടണം. അതുവരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാനിൽ നിന്ന് വിട്ടുകിട്ടുന്ന പരുവമാകുമ്പോഴേക്കും നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഇതുപോലൊരു ഐസ് ട്രേ വേണം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഈ സ്വീറ്റ് റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇതുപോലൊരു ഐസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിലാക്കിയ ശേഷം നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചൂടോടെ ഇടണം, എന്നാലും നിങ്ങൾക്ക് വേഗം ഈ സ്വീറ്റ് നല്ലവണ്ണം ഒന്ന് കട്ടിയായി കിട്ടുകയുള്ളൂ. അടിപൊളി ടേസ്റ്റായ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അടിപൊളിയാണ്, വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൊണ്ട് അമർത്താൻ മറക്കല്ലേ. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി ഇനിയും ഞാൻ വരാം. Thanks for watching.